കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻസ് ഇൻ ഇന്ത്യ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ, അതല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ആണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ലീഗൽ എൻറ്റിറ്റി ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. അതായത് ഈ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ലീഗൽ സ്ട്രക്ചർ കൊടുക്കുന്നു. ആർക്കെന്ന് പറയുമ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും അതേപോലെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനും ലീഗൽ സ്ട്രക്ചർ കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രൊവൈഡ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുക. അപ്പം ലീഗൽ എന്ന് പറഞ്ഞാൽ തന്നെ നിയമപരമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി, ഒരു ഓർഗനൈസേഷൻ എങ്ങനെ പോകണം, അത് ഏതൊക്കെ തരത്തിൽ പോയാലാണ് ഈ ഇറ്റ് വുഡ് ബി ലീഗൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ലീഗൽ സ്ട്രക്ചർ അതിനുണ്ടാവുക എന്ന് പറയുമ്പോഴാണ് അതിന് നമ്മൾ എന്ത് പറയുന്നത്, ഇതൊരു കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ലീഗൽ എൻറ്റിറ്റി കൊടുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, ലീഗൽ എൻറ്റിറ്റി കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ, ഈ ലീഗൽ എൻറ്റിറ്റി അതല്ലെങ്കിൽ ലെജിസ്ലേഷൻസിൽ ഫോളോ ചെയ്യുന്ന റൂൾസ് ഒക്കെയാണ് ലോ ആൻഡ് ബൈ ലോ. അപ്പോൾ എല്ലാ സൊസൈറ്റിക്കും എന്തൊക്കെ ഉണ്ടാവണം? എല്ലാ സൊസൈറ്റിക്കും ഒരു ലോ ഉണ്ടാവണം, അതേപോലെ തന്നെ ബൈ ലോ ഉണ്ടാവണം. ദി ബൈ ലോസ് ഗവേൺ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് പ്രൊവൈഡ് ഗൈഡൻസ് ഫോർ general administration and conduct of business, which are framed within the ജനറൽ ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ദി കൺട്രി. ഇപ്പോൾ ദി ബൈലോ പറഞ്ഞാൽ തന്നെ അതെന്താന്ന് പറയുമ്പോൾ ഈ ബൈലോയാണ് സൊസൈറ്റിയും മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ദി ബൈലോസ് ഗവേൺ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് പ്രൊവൈഡ് ഗൈഡൻസ് ഫോർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ്. അപ്പോൾ എല്ലാ സൊസൈറ്റിക്കും നമ്മൾ കമ്പനിയിൽ പഠിച്ചിട്ടുണ്ട്, കമ്പനി റെഗുലേഷൻ ആക്ടിൽ പഠിച്ചിട്ടുണ്ട്. എല്ലാ കമ്പനിക്കും ബൈലോ ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈലോ എന്ന് പറഞ്ഞാൽ തന്നെ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ ബൈലോ പറയുക. അപ്പൊ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടാണ് കമ്പനീസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ലോ ആൻഡ് ബൈലോ എന്ന് പറഞ്ഞാൽ ഈ രണ്ടും എന്തിനാവശ്യം എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയും ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ബൈലോ എന്ന് പറയുക. ആ റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ അത് എന്ത് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു ജനറൽ അഡ്മിനിസ്ട്രേഷനും അതേപോലെ കണ്ടക്ട് ഓഫ് ബിസിനസ് എങ്ങനെ നടത്തണം എന്ന് പറയുന്നതും കൂടി ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കിനെയാണ് നമ്മൾ ബൈലോ എന്ന് പറയുന്നത്. സോ അടുത്തത് പറയുന്നത് ദി ബൈലോ ഗവേൺസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു. അതേപോലെ ദി ബൈലോ പ്രൊവൈഡ്സ് ഗൈഡൻസ് ഫോർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം. പിന്നെ അടുത്തത് ബൈലോസ് ആർ ഫ്രെയിംഡ് വിത്തിൻ ദി ജനറൽ ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ ഈ ബൈലോ ഇനി നമ്മൾ അടുത്തത് നോക്കേണ്ടത് ഈ ബൈലോ എങ്ങനെയാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ, അതായത് ഇപ്പോൾ ഓവറോൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത് ഡിഫറെൻറ്റ് സ്റ്റേറ്റിനും ഡിഫറെൻറ്റ് ആസ്പെക്ട്സിലായിരിക്കും അവർ ഒരു ലീഗൽ എൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, ഏത് സ്റ്റേറ്റിലാണോ നിൽക്കുന്നത്, ആ സ്റ്റേറ്റിൽ ഉള്ള നിയമം എങ്ങനെയൊക്കെയാണോ അനുശാസിക്കുന്നത്, ആ നിയമങ്ങൾ ഏതൊക്കെ രീതിക്കാണോ മുന്നോട്ട് പോകുന്നത്, അവിടുത്തെ സഹകരണ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണോ അത് പാലിച്ചുകൊണ്ടായിരിക്കും അവിടുത്തെ ബൈലോസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ കേരളത്തിലെ സഹകരണ വകുപ്പ് എന്തൊക്കെയാണോ പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ അതല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ബാധകമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ പറയുന്നത് അത് അനുശാസിക്കുന്ന രീതിക്കായിരിക്കണം കേരള സ്റ്റേറ്റിലെ കോപ്പറേറ്റീവ്സ് പാലിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സ് ഫ്രെയിം ചെയ്യുന്ന ബൈലോസ് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ സഹകരണ വകുപ്പ് പറയുന്നത് അനുശാസിക്കുന്ന, അപ്പോൾ ഇന്ത്യയിലെ മൊത്തത്തിലും സഹകരണ വകുപ്പ് എന്ന് പറയുന്നത് കോമൺ ആയിരിക്കുമെങ്കിലും ചില വേരിയേഷൻസ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ ആ വേരിയേഷൻസിനനുസരിച്ചിട്ടാവും ആ കൺസേൺ സ്റ്റേറ്റുകളിൽ അവർ ബൈലോസ് ഫ്രെയിം ചെയ്യുക.